തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള വലിയ ആശയിലും ആവേശത്തിലുമായിരുന്നു അവർ ഇരുന്നത്. അതിന് വേണ്ടിയിട്ട് അവരുടെ സംഘടന വലിയ മൂവ്മെന്റ് നടത്തി. സംഘടന ഒരു സംഘടനയുടെ നേതാവ് വലിയൊരു ഭരണകക്ഷി സംഘടനയായിരുന്നു. ഭരണകക്ഷി സംഘടനയുടെ നേതാവ് വലിയ പ്രഖ്യാപനം നടത്തി. വലിയ തോതിലാണ് തൊഴിലുറപ്പിന്റെ തൊഴിലാളികൾ വിശ്വസിച്ചിരുന്നത് ഈ ബഡ്ജറ്റിലെങ്കിലും ഈ കാര്യങ്ങൾ നടക്കും. പക്ഷെ അതിനു മുമ്പേ നടക്കേണ്ടതായിരുന്നു. അത് ഒരു എഞ്ചിനീയർമാരുടെ ശമ്പളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു താരിഫ് സ്ലാബ് ഫിക്സ് ചെയ്യുന്നതുമായിട്ടാണെന്ന് തോന്നുന്നു. ഇത് സെക്രട്ടേറിയറ്റിൽ അതൊന്നും ഒരു അണ്ടർ സെക്രട്ടറി ലെവലിൽ അത് കുരുങ്ങി, ഫിനാൻസിൽ കുരുങ്ങി, അത് പിടിച്ച് പിന്നെ ഫിനാൻസുകാരും LSDക്കാരും തമ്മിലുള്ള തർക്കത്തിലായി. അവസാനം അത് അവരുടെ തമ്മിലുള്ള എല്ലാവരും തമ്മിലുള്ള തർക്കത്തിലും വഴക്കിലും ഒക്കെ ആ ഫയൽ അങ്ങോട്ട് പാസ്സായില്ല. യഥാർത്ഥത്തിൽ ആ ഫയൽ പാസ്സാകും എന്ന് വളരെ കൃത്യമായി ഒരു ദിവസത്തിലോ 2 ദിവസത്തിനോ അത് പാസ്സാകുമെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. ആ വിവരം ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ എന്നിട്ടും അത് പാസ്സായില്ല. അത് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇത് ബഡ്ജറ്റിൽ ഇതെല്ലാം കൂടി പരിഹരിക്കുമെന്ന്. പക്ഷെ ബഡ്ജറ്റ് വന്നപ്പോഴും തൊഴിലുറപ്പുകാരെ പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല 1000 കോടി രൂപ തൊഴിലുറപ്പിന് വച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും 1000 കോടി രൂപ വെച്ചു, എല്ലാവരും കൈയടിക്കും, പായസം വയ്ക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, 2000 കോടിക്ക് അടുത്ത് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ 40% തുക തികച്ചുകൊണ്ട് നിലവിലുള്ള ജോലി കൊടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം നേരത്തെ 100% അല്ലെങ്കിൽ 80% വരെ പല കാര്യങ്ങൾക്കും 80-100% വരെ കേന്ദ്ര ഗവൺമെന്റ് തന്നിരുന്നത് ഇപ്പോൾ 60% തരുന്നുള്ളൂ. അവിടെ വലിയൊരു കട്ടുണ്ടായിട്ടുണ്ട്. അവിടെ പകരമുള്ള 40% വയ്ക്കുന്ന ആ എമൗണ്ട് ആണ് വെച്ചിരിക്കുന്നത്. 1000 കോടി രൂപ വെച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കാനോ ശമ്പളം കൂട്ടാനോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൂട്ടാനോ അല്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുമോ നമുക്കറിയില്ല. പക്ഷെ എന്തായാലും നിലവിൽ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ തൊഴിലുറപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെയാണ് നിരാശ ബാക്കിയുള്ളവരെ എടുത്തോളൂ, അംഗനവാടിക്കാരെ എടുത്തോളൂ. 1000 രൂപയാണ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്, 500 രൂപയാണ് വർക്കേഴ്സിന് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻകാരുടെ കാര്യം മിണ്ടുന്നേ ഇല്ല. അത് വലിയ രസം. ബാക്കി പെൻഷൻകാരുടെ കാര്യത്തിൽ പറയുമ്പോൾ അംഗനവാടി പെൻഷൻകാരുടെ കാര്യത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അത് ക്ഷേമനിധി ബോർഡാണ്. പക്ഷെ ക്ഷേമനിധി ബോർഡാണെങ്കിൽ ക്ഷേമനിധി ബോർഡിന് കുറെ പണം കൊടുത്തുകൊണ്ട് ചെയ്യാം. പക്ഷെ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ 1000 രൂപ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാവർക്കും കൊടുത്തു എന്ന് വരുത്തി തീർക്കുവാനും എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ആരും തൃപ്തരല്ല എന്നുള്ളൊരു സ്ഥിതി വരികയും ഈ കിട്ടിയത് കൊണ്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്യാത്ത സ്ഥിതിയിലേക്ക് വരും, വോട്ട് പോലും ചെയ്യാത്ത സ്ഥിതിയിലേക്ക് വരും. കാരണം നമ്മൾ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ആളുകളെ തൃപ്തിപ്പെടുത്തുമ്പോൾ, ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ അടുത്തൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോഴോ അതിനുള്ള പണവും സന്നാഹവും ഇല്ല. അങ്ങനെ എല്ലാവരെയും കുറേശ്ശെ തൃപ്തിപ്പെടുത്തി പോകുന്ന ഒരു ഗിമ്മിക് ബഡ്ജറ്റാണിത്. പക്ഷേ ആ ബഡ്ജറ്റിൽ ആളുകൾ അതിനുസമയം ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ജാതി മത സംഘടനകളെ എല്ലാം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കിയ കൂട്ടത്തിൽ DA കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു DA കൊടുത്തോളൂ, ബാക്കി കൊടുക്കുമെന്ന് പറയുന്നത് ബാക്കി DA ഇല്ല. ശമ്പള പരിഷ്കരണം 3 മാസം കമ്മിറ്റി എന്ന് പറഞ്ഞ് ടപ്പോ എല്ലാം വരുമെന്ന് പറഞ്ഞിട്ടും നടന്നില്ല. അഷ്യൂർഡ് പെൻഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഉടായ്പായിട്ട് നിൽക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ തൊഴിലുറപ്പുകാരുടെ കാര്യത്തിലായാലും ആശാ വർക്കേഴ്സ് അംഗനവാടിക്കാരുടെ കാര്യത്തിലായാലും മറ്റ് ആരുടെ കാര്യത്തിലായാലും എല്ലായിടത്തും ഒരു അനിശ്ചിതത്വമാണ്. എന്നാൽ അംഗനവാടി ആശാ വർക്കേഴ്സ് മറ്റുള്ളവർക്ക് ചെറിയ തോതിലെങ്കിലും സമാശ്വാസം കൊടുത്തു. അതുപോലും കൊടുത്തിട്ടില്ല. തൊഴിലുറപ്പുകാർക്ക് ഡീറ്റെയിൽസ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും പ്രഖ്യാപനത്തിൽ 1000 കോടി രൂപ എന്ന് പറയുന്ന കൊട്ടത്താപ്പിൽ ഒറ്റ എമൗണ്ട് പറയുന്നതല്ലാതെ തൊഴിലാളികൾക്ക്, തൊഴിലുറപ്പിലെ ജീവനക്കാർക്ക് എന്ത് കൊടുക്കും എന്ത് കൊടുക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനി വരാനുണ്ട്. പക്ഷെ ബഡ്ജറ്റിന്റെ ബ്രേക്കപ്പും ഡീറ്റെയിൽസ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തുടർ ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നതാണ്.